ഈ ഒരു പത്രസമ്മേളനം നമ്മൾ ഉദ്ദേശിച്ചത് മുഹമ്മദ് ഐദിൻ എന്ന 5 വയസ്സുകാരൻ്റെ മരണം എല്ലാവരും അറിഞ്ഞിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 2-3 ദിവസങ്ങളായിട്ടുണ്ടാകുന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ ആണ് ജനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. അതിൻ്റെ ഒരു സത്യാവസ്ഥ നമ്മൾ അറിയിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ പത്രസമ്മേളനം ഉദ്ദേശിക്കുന്നത്. അത് രോഗവിവരങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ ചികിത്സ ഡോക്ടർ ഹാരിസും ഡോക്ടർ താരിഖും അത് വിശദമായിട്ട് അതിവിടെ എക്സ്പ്ലെയിൻ ചെയ്യും. ഞാൻ മാനേജ്മെൻറ്റ് എന്ന നിലക്ക് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ വിഷയത്തിൽ ഒരു മരണം സംഭവിച്ചാൽ ഏത് ഹോസ്പിറ്റലിൽ നടക്കുമ്പോഴും ഒരു അൺഎക്സ്പെക്റ്റഡ് മരണങ്ങൾ ഉണ്ടാവാം. അപ്പം അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് നമ്മൾ എങ്ങനെയെങ്കിലും ആ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക ചെയ്യുക. ആ ശ്രമത്തിൽ വളരെ ദൗർഭാഗ്യകരമാകട്ടെ നമ്മൾ ഈ ഐദിൻ എന്ന മകൻ മരിച്ചു. ആ കുടുംബത്തിൻ്റെ വിഷമത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. നമുക്ക് ആർക്കും അംഗീകരിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. പക്ഷേ അങ്ങനെ ഒരു അസാധാരണം സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് നമ്മളെ പോലത്തെ ഉത്ഭുതരായ ഒരു സമൂഹം ജീവിക്കുന്ന നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ആവശ്യമാണ്. ഇതൊന്നുമില്ലാതെ തെറ്റായ ധാരണകൾ വെച്ചുകൊണ്ട് നമ്മൾക്കെതിരെ വളരെ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുകയാണ് അസത്യങ്ങൾ. ഇതുമായിട്ട് യാതൊരു ബന്ധം എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും ശ്രമിക്കാതെയാണ്. അതൊരിക്കലും നമുക്ക് അനുവദിക്കാൻ കഴിയില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏത് അന്വേഷണങ്ങളും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. ഈ അന്വേഷണത്തിൽ ഞങ്ങൾ കുറ്റക്കാരാണെന്ന് കണ്ടാൽ അത് ആ ശിക്ഷ എന്ത് തന്നെ വിധിച്ചാലും ഞങ്ങൾ തയ്യാറാണ്. അതാണല്ലോ ഒരു നീതി ന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാനം. അല്ലാതെ നമ്മളത് കരിവാരി തേക്കുക, നമ്മുടെ സ്ഥാപനങ്ങൾക്കെതിരെ പ്രചരിപ്പിക്കുക. അതുപോലെ മാർച്ച്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു മാർച്ച് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിൽ CM ഹോസ്പിറ്റൽ അടച്ചുപൂട്ടുക നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരു സംഭവം നടന്നാൽ അടച്ചുപൂട്ടുക എന്നുള്ളത്. അപ്പോൾ അതിൽ തന്നെ ഇതിൻ്റെ ഒരു ഗൂഢോദ്ദേശം മനസ്സിലാവും. നേരെ മറിച്ച് അതിൽ സംഭവിച്ച കുറ്റക്കാരെ കണ്ടുപിടിക്കുകയും കുറ്റക്കാരെ ശിക്ഷിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ സതുദ്ദേശം മനസ്സിലാവും. അടച്ചുപൂട്ടിക്കൊണ്ട് അങ്ങനെയാണോ ഒരു സംഭവം? സാധാരണ ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് നടന്നിട്ട് കുട്ടി റോഡ് ബ്ലോക്ക് ചെയ്യാൻ പറ്റുമോ? കംപ്ലീറ്റ്ലി റോഡ് വേണ്ടെന്ന് പറയാൻ പറ്റുമോ? അതാണ് ഇവിടെ നടക്കുന്നത്. അത് മാത്രമല്ല എൻ്റെ സങ്കടം എന്ന് പറഞ്ഞാൽ നമ്മളെ ഉത്ഭുതരായ രാഷ്ട്രീയ പാർട്ടികൾ ഇതിൻ്റെ കാരണം മനസ്സിലാക്കാൻ ശ്രമിക്കാതെ അവർ തന്നെ അവർക്ക് തന്നെ അറിയാം ഈ സംഭവം എന്താണെന്നുള്ളത്. നമുക്ക് വ്യക്തമായിട്ട് നമ്മൾ ഈ കുട്ടിയുടെ എന്തുകൊണ്ട് കുട്ടി മരിച്ചു എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയിട്ടുണ്ട്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാതെ അതിന് മുമ്പ് തന്നെ നമുക്ക് ഉണ്ടാക്കി വെക്കാൻ എല്ലാ ഡാമേജുകളും ഒരു സ്ഥാപനത്തിനെതിരെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് നല്ലവരായ ജനങ്ങൾ, നിസ്വാർത്ഥരായ ജനങ്ങൾ, CMനെ ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ, ആയിരക്കണക്കിന് രോഗികൾക്ക് നല്ല ഉയർന്ന ചികിത്സ സാധാരണ രീതിയിൽ കിട്ടുന്നൊരു ഹോസ്പിറ്റലാണ് CM ഹോസ്പിറ്റൽ. അത് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയും. നിങ്ങൾക്ക് അവിടെയുള്ള ഏത് ആൾക്കാരോടും ചോദിച്ചാൽ അറിയാം. ഉയർന്ന ചികിത്സ സാധാരണ ലെവലിൽ കിട്ടുന്നൊരു ഹോസ്പിറ്റലാണ് CM ഹോസ്പിറ്റൽ. അപ്പോൾ അതിനെതിരെ ഏതോ ശക്തികൾ വളരെ നിഗൂഢമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങളെ ഇന്നലത്തെ ഇവരുടെ പെരുമാറ്റത്തിലും ഈ പത്രസമ്മേളനം കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് പറയാനുള്ള ഈ വിഷയത്തിൽ എന്ത് തീരുമാനം വന്നാലും അത് ഇൻവെസ്റ്റിഗേഷൻ്റെ അണ്ടറിലാണ്. നമുക്കതിലൊന്നും പറയാനില്ല. അതിൻ്റെ വ്യക്തമായി ഈ കേസിൽ എന്ത് സംഭവിച്ചു എന്ന് ജനങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങനെ സമ്മേളനം നടത്തുന്നത്. ഈ മോൻ എൻ്റെ അടുത്ത് ചികിത്സയ്ക്ക് വരുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ ഒരു 10:30-10:45 ആ ടൈമിലാണ് വരുന്നത്. അപ്പോൾ ഒരു 4-5 ദിവസമായി വിട്ടുമാറാത്ത പനി ആയിരുന്നു ഇവിടെ വരാനുള്ള കാരണം. അതിനു മുമ്പ് ഓർക്കാട്ടേരി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിലും അതിനുശേഷം ഇതേ കംപ്ലയിൻറ്റിന് വേണ്ടി അവിടെയും അതിനുശേഷം ഒരു കുറവ് കാണാത്ത സ്ഥിതിക്ക് ആശ ഹെൽത്ത് സെൻ്റർ ഓർക്കാട്ടേരിയിലും ചികിത്സ തേടുകയും അവിടുത്തെ പ്രാഥമികമായ രക്തപരിശോധനകളും മറ്റും ഒക്കെ നടത്തുകയും ചെയ്തു. എന്നിട്ടും ഒരു മാറ്റം കാണാത്തതിനാലാണ് കുട്ടിയെ ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ എൻ്റെ അടുത്തെത്തിച്ചത്. കുട്ടി ക്ഷീണിതരായിരുന്നു. പനിയുടെ മരുന്ന് കൊടുത്തോ എന്തോ ആ സമയത്ത് കുട്ടി ക്ഷീണിതനാണെങ്കിലും ആൾ സംസാരിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രാഥമിക പരിശോധനയിൽ ക്ഷീണത്തിനപ്പുറത്തേക്ക് വേറൊന്നും കാണാൻ കഴിഞ്ഞില്ലെങ്കിലും 2 ഹോസ്പിറ്റലിൽ കാണിച്ചതിനാലും 5 ദിവസമായി വിട്ടുമാറാത്ത പനിയും അതോടൊപ്പം വയറിളക്കവും ക്ഷീണിതാവസ്ഥയും കൊണ്ട് കുട്ടിയെ 2 ദിവസം നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഒരു ഇൻവെസ്റ്റിഗേഷനും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം എന്ന് അഭിപ്രായപ്പെടുകയും കുട്ടിയുടെ ഗ്രാൻഡ് പേരൻസ് അത് അഗ്രി ചെയ്യുകയും അതിനുശേഷം ഞാൻ കുട്ടിയെ അഡ്മിറ്റ് ചെയ്യാനുള്ള ഓർഡറുകളൊക്കെ
എഴുതി കുട്ടിയെ പരിശോധിച്ച് നോക്കി കാര്യങ്ങളൊക്കെ എഴുതി ഞാൻ കുട്ടിയെ കാഷ്വാലിറ്റിയിലേക്ക് വിടുകയും ചെയ്തു. സ്വാഭാവികമായ രീതിയിൽ 5 ദിവസമായ പനിക്ക് നമുക്ക് പ്രാഥമികമായിട്ട് ഒരു ആൻറ്റിബയോട്ടിക് കവറേജ് നമ്മൾ കൊടുക്കലുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഇഞ്ചക്ഷൻ മോണോസഫ് എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക് ടെസ്റ്റ് ഡോസിന് ശേഷം എടുക്കാനായിട്ടുള്ള നിർദ്ദേശം ഞാൻ കേസിൽ രേഖപ്പെടുത്തുകയും 11:50 സമയമായപ്പോഴത്തേക്ക് ടെസ്റ്റ് ഡോസ് കൊടുക്കുകയും 11:55 വീണ്ടും ഇൻട്രാവീനസ് ടെസ്റ്റ് ഡോസ് കൊടുക്കുകയും 12:20 സമയമായപ്പോഴത്തേക്ക് കുട്ടിക്ക് ഫുൾ ഡോസ് ആൻറ്റിബയോട്ടിക് കൊടുക്കുകയും ചെയ്തു. കുട്ടിക്ക് യാതൊരുവിധ അസ്വസ്ഥതകളോ പ്രയാസങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അതിനുശേഷം ഐ ഫ്ലൂയിഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനും മറ്റ് കാര്യങ്ങളിലേക്കും കടന്നു. ഏകദേശം ഒരു 12:30 ആയപ്പോഴത്തേക്ക് കുട്ടിക്ക് ചെറിയ ഒരു വയറ്റിന് അസ്വസ്ഥതയോ പ്രയാസമോ ഒക്കെ പറഞ്ഞു. അപ്പോൾ ലൂസ് മോഷനുള്ള സ്വാഭാവികമായിട്ട് ഇനി കുടൽ വിരിയോ അങ്ങനെ മറ്റെന്തെങ്കിലും അസ്വസ്ഥതകളിൻ്റെ കൂടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു എമർജൻസി അൾട്രാസൗണ്ട് സ്കാനിങ്ങിന് ഫോൺ വഴി ഞാൻ അഡ്വൈസ് ചെയ്യുകയും ചെയ്തു. ആ സമയത്താണ് കുട്ടി പെട്ടെന്ന് തന്നെ ഒരു കൊളാപ്സ് ആകുകയും പെട്ടെന്ന് തന്നെ ഒരു BP ഫോളും മറ്റു കാര്യങ്ങളൊക്കെ വരികയും ചെയ്തു. ആ സമയം നമ്മൾ ആ കുട്ടിയെ അറ്റൻഡ് ചെയ്യുകയും മറ്റു കാര്യങ്ങൾ തുടർ ചികിത്സകളും ചെയ്തത് നമ്മുടെ എമർജൻസി ഫിസിഷ്യനും ആർമോ അറ്റൻഡ് ചെയ്യുകയും ശേഷം എമർജൻസി ഫിസിഷ്യൻ ഡോക്ടർ താരിഖ് അത് അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. ഞാൻ കാണുന്നത് കുട്ടി 1:30 മണി ഈ പറഞ്ഞ അൾട്രാസൗണ്ടിന് വേണ്ടി ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്ന സമയം, സ്കാനിങ്ങിന് വേണ്ടി ഷിഫ്റ്റ് ചെയ്യാൻ ഡോക്ടർ നിർദ്ദേശത്തിനനുസരിച്ച് ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നൊരു സമയത്താണ് ഞാൻ കാണുന്നത്. ആ സമയത്താണ് പൊടുന്നനെ കൊളാപ്സ് ആവുന്നത്. കൊളാപ്സ് ആവുന്ന ഉദ്ദേശിക്കുന്നത് ഒരു കുട്ടി ഒരു കാർഡിയക് അറസ്റ്റിലേക്ക് കാർഡിയക് അറസ്റ്റിലേക്ക് പോകുന്നൊരവസ്ഥ. ആ ഒരു 1:30 മണിക്കാണ് ഞാൻ കാണുന്നത്. ഞാൻ കാണുന്ന സമയം മുതൽ കുട്ടിക്ക് ഹൃദയമെടുപ്പ് തെറ്റിയിട്ടുള്ളൊരവസ്ഥയിലാണുള്ളത്. നമ്മൾ അറിത്മിയ എന്നാണ് അതിന് പറയുക. പല ടൈപ്പ് അറിത്മിയകളുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും കിടക്കുന്നില്ല. VT എന്ന് പറയും, വെൻട്രിക്കുലർ ടെക്കിക്കാർഡിയ. പൾസില്ലാത്ത VT ആയിരുന്നു കുട്ടിക്കുണ്ടായിരുന്നത്. പലതരം അറിത്മിയക്കും നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും വ്യത്യസ്ത രീതിയിലുള്ള ചികിത്സാ മാർഗ്ഗങ്ങളുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ പല സിനിമകളിലായിട്ടും അല്ല അതെല്ലാം കണ്ടിട്ടുണ്ടാവും. ഷോക്ക് കൊടുക്കുന്നു, മരുന്ന് കൊടുക്കുന്നു, CPR കൊടുക്കുന്നു. അതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. ഈ അറിത്മിയകൾക്കാണ് നമ്മൾ ഈ ഷോക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പൾസ്ലെസ് VT എന്ന ഹൃദയമെടുപ്പായിരുന്നു കുട്ടിക്ക് ഞാൻ കാണുന്ന സമയം മുതൽ 1:30 മുതലുള്ള സമയത്തിൽ കുട്ടിക്കുണ്ടായിരുന്നത്. അതിന് പ്രോട്ടോക്കോൾ നിർദ്ദേശിക്കുന്ന ചികിത്സ തുടങ്ങി. അതിനകത്ത് ഒരുപാട് ഇഞ്ചക്ഷൻസ് കൊടുക്കുന്നു, ഷോക്ക് കൊടുക്കുന്നു. 4 തവണ നമ്മൾ ഷോക്ക് കൊടുത്തു. അതിന് 3 തവണ വ്യത്യസ്ത രീതിയിലുള്ള ഇഞ്ചക്ഷൻസ് കൊടുത്തു. അതിലൊന്നും ഈ ഹൃദയമെടുപ്പ് നോർമൽ അവസ്ഥയിലേക്ക് വരുന്ന പ്രവർത്തനം നടന്നില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ സമയത്ത് തന്നെ എൻ്റെ കൂടെ ചികിത്സിക്കാൻ നമ്മളെ ICU RMO ഉണ്ട്. അതിൻ്റെ കൂടെ ഹാരിസ് സാർ ആ സമയമാകുമ്പോഴത്തേക്ക് വിവരം അറിഞ്ഞ് ഹാരിസ് ഡോക്ടറും ഉണ്ടായിരുന്നു. നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ മറ്റൊരു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ഹാഷിദ, ഞങ്ങൾ 4 പേരുടെ നേതൃത്വത്തിലാണ് അപ്പോൾ കുട്ടിക്ക് എമർജൻസി ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളുടെ എല്ലാവരും കൂടിയെടുത്ത തീരുമാനത്തിൻ്റെ ഭാഗത്തിലും വീട്ടുകാരോട് നമ്മൾ ഈ അവസ്ഥ പറഞ്ഞ്, അതായത് മിടിപ്പ് വരാൻ തുടർ ചികിത്സ ഇനിയും വേണമെന്നും മിടിപ്പ് വന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് ഒരു PICU അതായത് പീഡിയാട്രിക് ICU സപ്പോർട്ട് ആവശ്യമാണെന്നും അത് ഏറ്റവും അടുത്തുള്ള സ്ഥലത്ത് ഇന്ന് ആശുപത്രിയിലാണെന്നും അതേ തുടർന്ന് നമ്മൾ ആശുപത്രിയിലേക്ക് കുട്ടിയെ എൻ്റെയും ഈ RMO ഡോക്ടറിൻ്റെയും നേതൃത്വത്തിലാണ് നമ്മൾ മൊബൈൽ ICUയിൽ പോകുന്നത്. ഒരു 2:10 അടുപ്പിച്ചായിരിക്കാം അവിടെ പോകുന്നത്. അവിടെ എത്തിയതിന് ശേഷം അവിടെയും നമ്മൾ പ്രസ്തുത ആശുപത്രിയിൽ എത്തിയതിന് ശേഷം 2 പീഡിയാട്രീഷ്യൻസ് അവിടുന്ന് കാണുന്നുണ്ട്. ഒരാൾ പീഡിയാട്രിക് ICUയിൽ വൈദഗ്ധ്യം നേടിയ ഡോക്ടറാണ്, മറ്റേ ഡോക്ടർ പീഡിയാട്രീഷ്യനാണ്. ഈ 2 ഡോക്ടേഴ്സും ഞാനും കൂടിയിരുന്നാണ് പേഷ്യൻറ്റിൻ്റെ അതിന് ശേഷമുള്ള കണ്ടീഷൻ രോഗിയുടെ ബന്ധുക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. 2 തവണയായിട്ട് അവരെ വിളിച്ചു ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. അതായത് 2:15 2:45 ഇടയിലുള്ള സമയത്ത് 2 തവണ ഞങ്ങൾ അവരെ മുറിയിലേക്ക് വിളിച്ച് അവിടെ ബ്രീഫിംഗ് റൂമിലേക്ക് വിളിച്ച് നമ്മൾ രോഗീൻ്റെ ആ സമയത്തെ കണ്ടീഷൻ, അതായത് ആ സമയത്തും ഹൃദയമെടുപ്പ് പൾസ്ലെസ് VT അടിച്ചുകൊണ്ടിരിക്കുകയാണെന്നും നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ അവരും ശ്രമിക്കുന്നു എന്നും പറഞ്ഞതിന് ശേഷം ഇത്ര 2 സ്ഥലങ്ങളിലുള്ള മുഴുവൻ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടും കുട്ടിയുടെ ഹൃദയം തിരിച്ചു വരുന്നൊരവസ്ഥയിലായിരുന്നില്ല. അതിനുശേഷം ഈ പൾസ്ലെസ് VT മാറി ഹൃദയം നിന്നു പോകുന്നൊരവസ്ഥയായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ കുട്ടി മരണപ്പെട്ടതായിട്ട് നമ്മൾ അവരോട് പറയുന്നത്. ഇത്തരം കേസസിൽ നമുക്ക് പെട്ടെന്നുള്ള, അതായത് 5 ദിവസത്തെ പനി, ഉടനെയുള്ള കൊളാപ്സ് ആവൽ, അപ്പോൾ എസ്പെഷ്യലി കുട്ടികൾക്ക് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഹൃദയത്തിൻ്റെ തൊലിപ്പുറത്തുള്ള ഇൻഫെക്ഷൻ കാരണമുള്ള മയോകാർഡൈറ്റിസ് എന്ന് പറയാം. അത്തരം അവസ്ഥകൾ നമ്മൾ സാധാരണഗതിയിൽ കോവിഡ് കാലഘട്ടത്തിന് ശേഷം വളരെ അധികം കണ്ടുവരുന്ന അവസ്ഥയുള്ളവർ നമ്മൾ
അതിനുശേഷം അവിടുന്ന് ഹോസ്പിറ്റലിൽ പാർക്കോൽ വെച്ചിട്ട് തന്നെ നമ്മൾ സ്വാബ് എടുത്തിട്ടുണ്ടായിരുന്നു, നേസൽ സ്വാബ്. നമ്മൾ കോവിഡ് കാലഘട്ടത്തിലൊക്കെ എടുത്ത പോലെ നേസൽ സ്വാബും ത്രോട്ട് സ്വാബും എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ട് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് വരുന്നത്. അതൊരു കോവിഡ് പോസിറ്റീവ് എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളും അഡ്വൈസ് ചെയ്തിരുന്നു, അതായത് ഇത്തരം അസ്വാഭാവിക മരണമുള്ള സ്ഥിതിക്ക് ഏറ്റവും ബെറ്റർ, അതായത് രോഗിയുടെ സൈഡിൽ നിന്നും ഡോക്ടേഴ്സിൻ്റെ സൈഡിൽ നിന്നും ആശുപത്രിയുടെ സൈഡിൽ നിന്നും എപ്പോഴും സേഫ്റ്റിക്ക് ഏറ്റവും നല്ലത് പോസ്റ്റ്മോർട്ടം പോലുള്ള തുടർ നടപടികളിലേക്ക് പോകുന്നതാണെന്ന് ആ സമയത്ത് നമ്മളും പറഞ്ഞിരുന്നു. നമ്മുടെ ഹോസ്പിറ്റലൊരു പ്രോട്ടോക്കോൾ ഉണ്ട്. എല്ലാ കാഷ്വാലിറ്റിയിലും വാർഡിലും എവിടെയായാലും ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്. ഏത് മെഡിസിൻ കൊടുക്കുകയാണെങ്കിലും നമ്മൾ ആൻറ്റിബയോട്ടിക്സ് മാത്രമല്ല, ഈവൻ പാരസിറ്റമോൾ അങ്ങനെ ഇഞ്ചക്ഷൻസൊക്കെ നമുക്ക് റിയാക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള മരുന്നുകളൊക്കെ നമ്മൾ ടെസ്റ്റ് ഡോസ് കൊടുത്ത് മാർക്ക് ചെയ്ത് അതിനുശേഷം റിയാക്ഷൻ ഇല്ലാന്ന് ഉറപ്പ് വരുത്തി പിന്നെ ഫുൾ മരുന്ന് കൊടുക്കുന്നതിന് മുമ്പേ തന്നെ ഒരു IV ടെസ്റ്റ് ഉണ്ട്. IV ടെസ്റ്റ് നമ്മൾ കുറച്ച് കൊടുത്തു എന്നതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ എനി മെഡിസിൻ നമ്മൾ കൊടുക്കുക. കാരണം ഈവൻ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വരെ അലർജി ഉണ്ടാകുന്ന ഈ സമയത്ത് നമ്മൾ IV ടെസ്റ്റ് കൊടുക്കാതെ ടെസ്റ്റ് ഡോസ് കൊടുത്തില്ല എന്ന് പറയുന്നത് ആരും തികച്ചും അത് വിട്ടതാണ്. അങ്ങനെ സിസ്റ്റം ഉണ്ടാവില്ല. ഒരു ആസ്പത്രിയിലും ഒരു ക്ലിനിക്കിലും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ക്ലിനിക്കിൽ വർക്ക് ചെയ്താലും ടെസ്റ്റ് ചെയ്തിട്ടേ കൊടുക്കുക. നിങ്ങൾ എവിടെയെങ്കിലും പോയാൽ സാധാരണ മനസ്സിലാവുന്ന കാര്യമാണ്. അതൊക്കെ അടിസ്ഥാനരഹിതമായിട്ട് പറഞ്ഞുണ്ടാക്കുന്നവരുടെ കാര്യമാണ്. 12:20 ഈ ഫുൾ ഡോസ് കൊടുത്തത്. നമ്മളെ കേസ് അത് കംപ്ലീറ്റ് നമ്മൾ പക്ഷേ 12:20 കഴിഞ്ഞിട്ട് 1:20 കഴിഞ്ഞിട്ട് വയറുവേദന വന്നപ്പോൾ ആണ് സ്കാനിങ്ങിന് പോണത്. സാധാരണ അനഫിലാക്സിസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഡ്രഗ് നമ്മുടെ ശരീരത്തിൽ കയറുമ്പം തന്നെ റിയാക്ഷൻ ഉണ്ടാവും, മനസ്സിലായില്ലേ? അപ്പോൾ അത് ഒരു വണ്ണപുറൊന്നും ഒരിക്കലും അനഫിലാക്സിസ് റിയാക്ഷൻ നിൽക്കില്ല. നമ്മളിപ്പോൾ ഒരു പറ്റാത്ത സാധനം നമ്മൾ കഴിച്ചാൽ അപ്പം ചൊറിയും, അപ്പം ശരീരം വീങ്ങി തടിക്കും, ശ്വാസം മുട്ടൊക്കെ ഉണ്ടാവും. അതൊന്നും ഉണ്ടായിട്ടില്ല. ആ OP ഷീറ്റിൽ എഴുതിയെന്ന് വെച്ചാൽ നമ്മുടെ ആശാ ഹോസ്പിറ്റലിൽ നിന്ന് ബ്ലഡ് റിപ്പോർട്ട് അത് നമ്മളതിനകത്ത് അഡീഷണലായിട്ട് എഴുതി വെച്ചതാണ്. ഇത് ഒരു ഡോക്ടർക്കും ആ ഷീറ്റ് തിരുത്താനാവില്ല. ഉദാഹരണത്തിന് ഞാൻ തിരുത്തി വേറൊരു ഡ്രഗ് എഴുതിയെന്ന് വിചാരിക്കുക, പക്ഷേ തൊട്ടപ്പുറത്ത് നേഴ്സ് സ്റ്റേഷനിൽ ചെല്ലുമ്പോഴത്തേക്ക് എഴുതിയ ഡ്രഗിൻ്റെ പേരും കൊടുത്ത സമയവും ഡോസും ഇഞ്ചക്ഷൻ ലൈവ് എല്ലാം കൂടെ ഓൾറെഡി റെക്കോർഡാണ്. അത് തിരുത്താൻ എനിക്കാവില്ല. അത് തികഞ്ഞ ഒരു അബദ്ധജടിലമായ ഒരു ആരോപണം മാത്രമാണ്. ഒരു ഡോക്ടർക്ക് തിരുത്താനായിട്ടാവില്ല. പിന്നെ ഫാർമസി ബില്ലുണ്ട്, ഈ മെഡിസിൻ വാങ്ങിച്ചതിന് ബില്ലുണ്ട്. ആ ബില്ല് എങ്ങനെയാണ് ഞാൻ പോയി തിരുത്താൻ പറ്റുക? അതൊക്കെ തികച്ചും അടിസ്ഥാനരഹിതമായ കാര്യം മാത്രം. 2 OP ഷീറ്റ്, ഒരു OP ഷീറ്റ് അഡീഷണൽ ആണെന്ന് 2 OP ഷീറ്റ് ചെക്ക് ചെയ്തിരുന്നോ? ചെക്ക് ചെയ്തില്ല. അല്ല, ആ OP ഷീറ്റ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും അതിനകത്ത് അഡീഷണലോ ഒമിഷനോ ഒന്നും വന്നിട്ടില്ല. ആകെപ്പാടെ വന്നിരിക്കുന്നത് ആശാ ഹോസ്പിറ്റൽ തലേദിവസത്തെ ബ്ലഡിൻ്റെ റിപ്പോർട്ട്, ലാബ് റിപ്പോർട്ട് എടുത്ത് എഴുതിയിരിക്കുന്നു. അത് മാത്രമേ അതിനകത്തുള്ളത്. ഓർഡറിൽ അപ്പോൾ ഇല്ലില്ല, ഒരിക്കലുമില്ല. അതുകൊണ്ട് ഞാനതിന് മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. ലീഗലി ഞാൻ മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. ഒരു ഓർഡറിലോ ഇഞ്ചക്ഷനിലോ ഡോസിലോ ടെസ്റ്റ് ഡോസ് എടുക്കുന്നതിലോ ഒന്നും ഒരു മാറ്റങ്ങളും ഈ 2 ഓർഡറിലോ ഒന്നും കണ്ടിട്ടില്ല. ആകെപ്പാടെ അഡീഷണലായിട്ട് ചെയ്തിരിക്കുന്നത് ആശാ ഹോസ്പിറ്റലിലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിൻ്റെ റിപ്പോർട്ട് അതിനകത്ത് ആഡ് ചെയ്തു എന്ന് മാത്രമാണ്. സാധാരണ ഒരു പനി വരുമ്പോൾ നമ്മൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ കണ്ടാൽ നമ്മളും ചെയ്യിപ്പിക്കും. പക്ഷേ പനിയായതുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ ഈ ഇന്നലെ ചെയ്ത ടെസ്റ്റ് ഇന്ന് വീണ്ടും റിപ്പീറ്റ് ഉണ്ടാകാനാണ് ഡോക്ടർ ചെയ്യിപ്പിക്കേണ്ടത്. അത് അടുത്ത ദിവസം എന്തായാലും നമ്മൾ വീണ്ടും കൗണ്ട് ചെയ്യും. അപ്പോൾ ആ റിപ്പോർട്ട് ഇതിലേക്ക് പകർത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് അതിൻ്റെ അടിസ്ഥാനം. അല്ലാണ്ട് ട്രീറ്റ്മെൻറ്റിൽ നിന്നും മാറ്റം അത് പേപ്പർ വേണമെങ്കിൽ ഇവിടെ ഉണ്ടല്ലോ, അത് ചെക്ക് ചെയ്യാം, ചെയ്ത് നോക്കാം. ഇപ്പോൾ ഏതൊരു ആശുപത്രി, പാർക്കോ ആശുപത്രി അല്ല, ഏതൊരു ആശുപത്രി, ഇപ്പോൾ CM ഹോസ്പിറ്റലിലേക്കാണെങ്കിലും ഒരു പേഷ്യൻ്റ് അല്ലെങ്കിൽ അതായത് ബന്ധുക്കൾ അല്ലെങ്കിൽ ആംബുലൻസ് ഏതൊരു രീതിയിലൊരു രോഗി വരുവാണ്, രോഗി വരുന്ന സമയത്തിൽ രോഗി മരണപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ ഒരു കാരണവശാലും ഞാൻ ആ സമയത്ത് തന്നെ രോഗീൻ്റെ കൂടെയുള്ള ആൾക്കാരെ വിളിച്ചു പറഞ്ഞ് രോഗി മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വസ്തുത നമ്മൾ അറിയിക്കുക ചെയ്യുക. വരുന്ന ഉടനെ തന്നെ നമ്മൾ ECG എടുക്കുന്നു. ആ ഉടനെ തന്നെ നമ്മൾ മരണപ്പെട്ട വസ്തുത നമ്മൾ കൂടെ ഇരിപ്പുകാരെ അറിയിക്കുക ചെയ്യുക. അതിനൊരു സെപ്പറേറ്റ് രജിസ്റ്റർ, ബ്രോഡ് ഡെഡ് എന്ന് അതിന് പറയാം. അതായത് വരുമ്പോഴേ മരണപ്പെട്ട അവസ്ഥ, അതാണ് ബ്രോഡ് ഡെഡ്. അതിനൊരു രജിസ്റ്റർ പോലും ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ പറഞ്ഞതുപോലെ ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മൾ പോയതെങ്കിൽ എന്ത് ധാർമ്മിക ഉത്തരവാദിത്തത്തിൻ്റെ പേരിലാണ് എന്നെ അവർ സപ്പോർട്ട് ചെയ്യേണ്ട എന്തൊരു കാര്യമുള്ളൂ? അതായത് നിങ്ങൾ പറഞ്ഞ അവസ്ഥയിലാണ് ഞാൻ പോയതെങ്കിൽ വിത്തിൻ മിനിറ്റുകൾക്ക്, മാക്സിമം പോയ 2 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് കൂട്ടിക്കോ, 5 മിനിറ്റിനുള്ളിൽ അവിടുത്തെ ഡോക്ടർക്ക് എന്നെ രക്ഷിക്കേണ്ട യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. കാരണം 2 എൻ്റയർലി ഡിഫറെൻറ്റ് ഹോസ്പിറ്റലാണ്. ഈവൻ സെയിം ഹോസ്പിറ്റലാണെങ്കിൽ പോലും ഒരിക്കലും ഒരു ഡോക്ടർ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് ഞാൻ ചെയ്യില്ല, ഒരു ഡോക്ടറും അങ്ങനെ ചെയ്യില്ല. അപ്പോൾ എന്ത് കാര്യത്തിൻ്റെ പേരിലാണ് ആ ഡോക്ടർ എന്നെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അവിടെ എത്തി 20 മിനിറ്റിന് ശേഷമാണ് നമ്മൾ ഡെത്ത് ഡിക്ലെയർ ചെയ്യുന്നത്. ആ 20 മിനിറ്റിനിടയിൽ 2 തവണ ഞങ്ങൾ ബൈസ്റ്റാൻഡേഴ്സിനോട് അവിടുത്തെ ബ്രീഫിംഗ് റൂമിൽ നിന്ന് സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ തെളിവ് അവിടെ ബ്രീഫിംഗ് റൂം വീഡിയോ റെക്കോർഡഡ് ആൻഡ് ഓഡിയോ റെക്കോർഡറായിട്ടുള്ള ബ്രീഫിംഗ് റൂമാണ്. ആ റൂമിലിരുന്നിട്ടാണ് ഞാനും പീഡിയാട്രിക് ICU വൈദഗ്ധ്യം നേടിയ പീഡിയാട്രിക് ഡോക്ടറും പ്ലസ് അവിടെയുള്ള മറ്റൊരു പീഡിയാട്രിക് ഡോക്ടറും സംസാരിക്കുന്നത്. അപ്പോൾ ഈ 3 പേരും കൂടി ആ ബ്രീഫിംഗ് റൂമിൽ വെച്ച് 2 തവണ കൂടെ ഇരുന്ന ആൾക്കാർ എനിക്ക് ഓർമ്മയില്ലെങ്കിലും
കുട്ടിയുടെ ഗ്രാൻഡ് ഫാദറാണ് ഫസ്റ്റ് മുതലേ ഉണ്ടായിരുന്നത്. ഗ്രാൻഡ് ഫാദറിന് എനിക്ക് കൃത്യമായി ഓർമ്മയുണ്ട്. ഈ 2 സമയത്തും ഞാൻ ഗ്രാൻഡ് ഫാദറിനെ വിളിച്ചിട്ടുണ്ട്. കൂടെ 2-3 ആൾക്കാരുണ്ടായിരുന്നു, പക്ഷേ അവരെനിക്ക് മുഖം ഓർമ്മയില്ല. ഗ്രാൻഡ് ഫാദറിനെ കൃത്യമായിട്ട് എനിക്ക് ഓർമ്മ, ഞാൻ സംസാരിച്ചു. അപ്പം നിങ്ങൾ പറഞ്ഞ വസ്തുത വെച്ചിട്ട് ആ 2 സമയം ബ്രീഫ് ചെയ്യുമ്പോഴും നമ്മൾ പറയുന്നത് കുട്ടിക്ക് വൈറൽ മയോകാർഡൈറ്റിസ് ആണ് നമ്മൾ സംശയിക്കുന്നത്. അത് ഇന്നൊരു ഹൃദയം ഇടിക്കാത്ത അവസ്ഥയിലാണ്. ഹൃദയം ഇടിക്കാൻ വേണ്ടി എല്ലാ മരുന്നുകളും ഷോക്കുകളും കൊടുക്കുന്ന അവസ്ഥയിലാണ്. ഇത്രയധികം സമയം ഹൃദയം ഇടിപ്പ് വരാത്ത അവസ്ഥയിൽ നമ്മൾ ചിലപ്പോൾ ഇത് കുറച്ച് മിനിറ്റുകൾ കൂടി നീട്ടിക്കൊണ്ടുപോയ ശേഷം, അതായത് കുറച്ച് മിനിറ്റുകൾ കൂടി മരുന്നുകൾ കൊടുത്തു നോക്കിയതിന് ശേഷം നമ്മൾ ഇത് സ്റ്റോപ്പ് ചെയ്യാനാണ് സാധ്യത എന്ന് 2 തവണ ഞങ്ങൾ ബ്രീഫിംഗ് റൂമിൽ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പ്രകാരമാണ് സംഗതി, നിങ്ങൾ പറഞ്ഞ വസ്തുത ആണ് എങ്കിൽ എന്തിൻ്റെ പേരിലാണ് അവരെന്നെ സപ്പോർട്ട് ചെയ്യേണ്ട യാതൊരു കാര്യമില്ലല്ലോ. ബ്രോഡ് ഡെഡ് ആണെങ്കിൽ അവിടെ നിന്ന് ഒരു ഫയലോ കടലാസോ ഉണ്ടാക്കാൻ പറ്റില്ല. അത് വേറെ തന്നെ രജിസ്റ്ററാണ്. പാർക്ക് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഒരു ഡിസ്ചാർജ് സമ്മറി അല്ല, ബ്രോഡ് അൺറെസ്പോൺസീവ് എന്ന് പറഞ്ഞ്. ഈ അൺറെസ്പോൺസീവ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഷുഗറൊക്കെ ഉള്ള രോഗിയാണെങ്കിൽ ഷുഗർ ഡൗൺ ആയിട്ട് നിങ്ങൾ ആശുപത്രി പോവാണ്, ഷുഗർ ഡൗൺ ആയി ബോധമില്ലാത്തൊരു രോഗിനെ ആശുപത്രി കൊണ്ട് നമ്മൾ ഫസ്റ്റ് എഴുതുന്ന ലെറ്റർ പേഷ്യൻ്റ് അൺറെസ്പോൺസീവ് എന്നാണ്. BP ഇല്ലാത്തൊരു രോഗി അൺറെസ്പോൺസീവ് ആണ്. അൺറെസ്പോൺസീവ് എന്നാണ് അവരുടെ കയ്യിലുള്ള കടലാസിൽ ഫസ്റ്റ് വേർഡ് എഴുതിയിരിക്കുന്ന അൺറെസ്പോൺസീവ് എന്നാണ്. ഒരിക്കലും ബ്രോഡ് ഡെഡ് ആയിട്ട് കൊണ്ടുവരുന്ന ഒരു പേഷ്യൻറ്റിനെ അല്ലെങ്കിൽ ഒരു കുട്ടീനെ, അതല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതായത് ഒരുപാട് ഇതിന് സാധ്യത ഉള്ളൊരു ഇതല്ലേ. അതായത് ബ്രോഡ് ഡെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ തന്നെ ഒരു രജിസ്റ്ററാണ്. ഒരിക്കലും അവിടുന്ന് ഡിസ്ചാർജ് സമ്മറി ആയിട്ട് രോഗി പുറത്തു വരുന്ന അവസ്ഥയായിരിക്കില്ല ബ്രോഡ് ഡെഡിന് ഉണ്ടാവുക. സ്വാഭാവിക മരണമല്ലല്ലോ ഇത്. 5 ദിവസത്തെ പനിയോടെ നോർമൽ വൈറ്റൽസോടെ നമ്മൾ ഹോസ്പിറ്റലിൽ ഒരുപാട് അസ്വാഭാവിക മരണം, അതായത് അസ്വാഭാവിക മരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സിനിമയിലെ പത്രങ്ങളോ വായിക്കുന്ന പോലെ അതിലൊരു ക്രൈം ഇൻവോൾവ് ആയിരിക്കണമെന്നില്ല. അതായത് ഒരു നോർമൽ പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഷുഗർ ഇല്ലാത്തൊരു രോഗി 34 ഷുഗറായിട്ട് കാഷ്വാലിറ്റിയിലേക്ക് വരുന്നവർ മരണപ്പെട്ടു. അത് അസ്വാഭാവികമാണ്. കാരണം ഷുഗറിൻ്റെ മരുന്ന് പോലും എടുക്കാതെ ഒരാൾക്ക് 34, നോർമൽ വ്യക്തി 34 ഷുഗർ ഒരിക്കലും വരില്ല. അത് വളരെ അസ്വാഭാവികം തന്നെയാണ്. അപ്പോൾ അസ്വാഭാവികം പറഞ്ഞാൽ അതിൻ്റെ ഒരു ക്രൈം ഇൻവോൾവ് ആണ്, അല്ലെങ്കിൽ ഒരു നമ്മൾ കാണുന്ന പോലത്തെ നമ്മൾ വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾക്കെതിരെയുള്ള ആരോപണം മരുന്ന് മാറി അലർജിയായി ഇതാണ് വ്യാപകമായി പ്രചരിപ്പിക്കുന്നത്. അതിൽ യാതൊരു സത്യവും ഇല്ല എന്നുള്ള മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച്. കാരണം നമ്മളിപ്പോൾ ഞാൻ ഇപ്പം കോഴിക്കോടൊക്കെ റെഫർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പോകുന്നില്ലല്ലോ. നമ്മൾ പോകാത്തപ്പം നമ്മൾ റെഫറൻസ് ലെറ്റർ കൊടുക്കും. ആൾറെഡി താരിഖ് ഡോക്ടർ എന്ന് പറയുന്ന ഒരു എമർജൻസി ഫിസിഷ്യൻ എല്ലാം അറിയുന്ന ഒരു ഡോക്ടർ ഡയറക്റ്റ് ആണ് പേഷ്യൻ്റെ കണ്ടീഷൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ആ ഡോക്യുമെന്റിന് വലിയ പ്രസക്തിയില്ല, കാരണം ആൾറെഡി ഈസ് ഗിവിംഗ് ദ ഡയറക്ഷൻ. അതായത് അവിടെ കത്തിന്റെ കാര്യമില്ല, ഒരാൾ പേഴ്സണലി അത് മാത്രമല്ല അത് എന്നിട്ട് എത്തിച്ചിട്ടില്ല അവിടെ, അപ്പം തന്നെ എത്തിച്ചിട്ട് അത് ആ തിരക്കില് ആ ഒരു എമർജൻസി നിങ്ങളെ ഇപ്പോൾ എല്ലാവരെക്കാളും ഒരു സ്ഥാപനത്തിലുള്ള ഡോക്ടേഴ്സിന് ഉണ്ടാകുന്ന വേജാരത്തോണ്ട് അങ്ങ് ആലോചിച്ചാൽ മതി. നമ്മൾ എങ്ങനെയെങ്കിലും കുട്ടിയുടെ ആ വേജാറിലാണ് ഓടുന്നത്. ആ സമയത്ത് ഡോക്യുമെന്റിനേക്കാളും പ്രശ്നം ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കുകയാണല്ലോ. പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് കുട്ടീനെ അയച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സ്വാഭാവികമായിട്ടും ഔദ്യോഗികമായിട്ട് വന്നില്ലെങ്കിലും ഈ പോസ്റ്റ്മോർട്ടം എന്താണ് കോസ് എന്നുള്ളത് കുട്ടീൻ്റെ രക്ഷിതാക്കളോടും പോലീസിലും ഇത് വ്യക്തമായിട്ടുണ്ടാവും. എന്താണ് കുറ്റം പറ്റുന്നത് അതിന് 2 ആഴ്ച കഴിഞ്ഞാലാണ് ഒഫീഷ്യൽ റിപ്പോർട്ട് പുറത്തു വരുള്ളൂ. അപ്പോൾ ഈ കുട്ടീൻ്റെ ഡെത്ത് കോസ് 100% അറിയുന്ന 2 വിഭാഗം ഈ വടകരയിലുണ്ട്. ഒന്ന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ്, ഒന്ന് കുട്ടിയുടെ ബന്ധുക്കളായിരിക്കും. ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതിൽ കൃത്യമായ വിവരം അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡെത്ത് കോസ് ഈ സർജനോട് ചോദിച്ചിട്ടുണ്ട്, അവർ പറഞ്ഞിട്ടുണ്ടാവും. അതവിടെ ഉണ്ട്, റെക്കോർഡാണ് ഇന്ന സാധനങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത്. അത് അറിഞ്ഞതിന് ശേഷവും ഹോസ്പിറ്റലിൽ നിന്ന് പൂട്ടണമെന്നും ഹോസ്പിറ്റലിൽ സമരം ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളാണ് ഈ ഹോസ്പിറ്റലിൻ്റെ എല്ലാ ചെറിയ പ്രശ്നവും കുത്തിപ്പൊക്കുന്നത്. അത് അന്വേഷണ വിധേയമാക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളിവിടെ ഇതേപോലെ പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ നമ്മളെന്താ പറഞ്ഞത്, ഒരു ഹോസ്പിറ്റല് എമർജൻസി കൈകാര്യം ചെയ്യുന്ന ഒരു ഹോസ്പിറ്റല് സ്വാഭാവികമായിട്ടും എമർജൻസി ആയിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ടാകും. അതിൻ്റെ എന്താ പറയുക മെഡിക്കൽ നെഗ്ലിജൻസ് ഒന്നും നോക്കാണ്ടാണ് ആളുകൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വാട്സാപ്പിലും ഫേസ്ബുക്കിലും നിരന്തരമായിട്ട് ഹോസ്പിറ്റലിനെ മോശമാക്കി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയം അതിന് 100% തെളിവാണ്. കാരണം ഇതിപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്തില്ലെങ്കിൽ നമുക്ക് പറയാനൊരു ചാൻസും ഇല്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വെയിറ്റ് ചെയ്യാൻ വരെ ഈ പ്രൊപ്പഗൻഡ അടിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ ബന്ധുക്കളോ അല്ലെങ്കിൽ ഈ സംരക്ഷണ സമിതിയോ സമരസമിതിയോ ശ്രമിക്കാത്ത എന്തുകൊണ്ടാണ്, വെയിറ്റ് ചെയ്യാത്ത എന്തുകൊണ്ടാണ്? ഹോസ്പിറ്റലിനെ മോശമാക്കുക എന്ന് പറയുന്ന ചിന്താഗതി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ഈ ഹോസ്പിറ്റലിനെ ചുറ്റിപ്പറ്റിയിട്ടുണ്ട്. അത് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാണെന്ന് ഞാൻ പറയുന്നത്. കാരണം നിങ്ങൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കേസിൽ നിങ്ങളിപ്പോൾ ഞങ്ങൾ 3 പ്രാവശ്യം ഒരു കൊല്ലത്തിൻ്റെ ഇടയിൽ പത്രസമ്മേളനം നടത്തി. ഈ 3 പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞതല്ലാത്ത അല്ലെങ്കിൽ ഞങ്ങൾ കേസ് ഷീറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ ചികിത്സയായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലാത്ത എന്തെങ്കിലും ഒരു പ്രശ്നമോ തെളിവോ അല്ലെങ്കിൽ ശിക്ഷയോ എന്തെങ്കിലും നടന്നതായിട്ട് പറഞ്ഞെങ്കിലല്ലേ നമുക്ക് എന്താ പറയുക ഹോസ്പിറ്റൽ പ്രശ്നം ഉണ്ടാകുന്നുണ്ടെന്ന് പറയാനാവുള്ളൂ. പിന്നെ ഒരു ഹോസ്പിറ്റൽ മരുന്ന് കമ്പനി ഒന്നുമല്ല നടത്തുന്നത്. ഇത് കൃത്യമായിട്ട് ഒരു മാനേജ്മെൻറ്റ് മൂസ ഡോക്ടർ നടത്തിയതിന് ശേഷം വാങ്ങിയിട്ട് ഇന്ന് അത് ശരിക്കും പറയുകയാണെങ്കിൽ എന്താ പറയുക ഏറ്റവും നല്ല അക്രിഡേഷൻ അടക്കം കിട്ടിയിട്ട് സിസ്റ്റമാറ്റിക്കലി പോകുന്നൊരു ഹോസ്പിറ്റലാണ്.
ഒരു കേന്ദ്ര ഗവൺമെൻറ് അക്രഡിറ്റേഷൻ കിട്ടുക എന്ന് പറയുന്നതൊന്നും വളരെ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എല്ലാം പ്രോപ്പർ ചാനലിൽ പോയി പരാതികളൊക്കെ ജെനുവിനാണെങ്കിലും അക്രഡിറ്റേഷൻസും കിട്ടൂല. അപ്പോൾ NABH അക്രഡിറ്റേഷനൊക്കെ കിട്ടുന്നത് ഹോസ്പിറ്റലിൻ്റെ എല്ലാ പ്രോട്ടോക്കോളും പാലിച്ചുകൊണ്ട് നടത്തുകയും പിന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വ്യാജമാണെന്ന് ബോധ്യമുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഒരിക്കലും അതൊന്നും കിട്ടില്ല. ഇതൊക്കെ ഹോസ്പിറ്റലെ തകർക്കുക. ഇന്നത്തെ നിങ്ങൾ കണ്ടില്ല, സലാം ഡോക്ടർ പറഞ്ഞ പോലെ ഹോസ്പിറ്റൽ പൂട്ടുക. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലിൽ ഇപ്പം എമർജൻസി ആയിട്ട് വരുന്ന എന്തെങ്കിലും പ്രശ്നം വന്നാൽ തന്നെ ഹോസ്പിറ്റൽ പൂട്ടുക എന്നൊരു ക്യാപ്ഷൻ എവിടെയെങ്കിലും ഉണ്ടോ? കുറ്റക്കാരെ ശിക്ഷിക്കണം. ഇപ്പോൾ ഞങ്ങളും പറഞ്ഞതിനാണ്, സ്വാഭാവികമായിട്ടും ഹോസ്പിറ്റലിൽ ഒരു കുട്ടി വന്ന് നമ്മൾ അനാസ്ഥ കൊണ്ടാണ് കുട്ടി മരണപ്പെട്ടതെങ്കിൽ അതിൽ ആർക്കെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടുന്നതിലൊന്നും മാനേജ്മെൻറ്റിന് യാതൊരു പരാതിയില്ല. അത് ഞങ്ങൾ തയ്യാറുമാണ്, ഞങ്ങളതിന് സപ്പോർട്ടുമാണ്. അങ്ങനത്തെ നിൽക്കുന്ന ഒരു ഹോസ്പിറ്റൽ നിങ്ങൾ ശരിക്ക് ഞങ്ങൾ ഈ പുതിയ മാനേജ്മെൻറ്റ് 12 വർഷമായിട്ട് എടുത്തിട്ട് 12 വർഷത്തിൻ്റെ ഇടയിൽ ഇന്ന് വടകരയിൽ അവിടെ വരുന്ന ഒരു 99% പേഷ്യൻറ്റും സാറ്റിസ്ഫൈഡ് ആണ്. കോഴിക്കോട് നടക്കുക എത്രയോ പേഷ്യൻ്റ് എന്ത് ചെയ്യുന്നത് തിരിച്ചിവിടെ വന്നിട്ട് റിക്കവർ ചെയ്ത് പോകുന്നുണ്ട്. നിങ്ങൾക്ക് അന്വേഷിച്ചറിയാം. ഞങ്ങൾ റിവ്യൂ തരാം, ഇഷ്ടംപോലെ റിവ്യൂസ് ഉണ്ട്. ഞങ്ങളിതൊന്നും മാർക്കറ്റ് ചെയ്യാറില്ല. ഞങ്ങൾക്ക് അവിടെ നമ്മളൊരു കപ്പാസിറ്റി കൺസിഡർ പേഷ്യൻ്റ് വരുന്നതുകൊണ്ടും പേഷ്യൻസ് ഹാപ്പി ആവുന്നതുകൊണ്ടും പേഷ്യൻസ് റിവ്യൂ നിങ്ങൾക്ക് അവിടെ പേഷ്യൻസ് പോകുമ്പോഴുള്ള ഇഷ്ടംപോലെ റിവ്യൂസ് നമുക്ക് അവിടെ എഴുതി തരുന്നുണ്ട്. നല്ല നേഴ്സസാണ്, നല്ല ചികിത്സയാണ്, ഇൻഫ്രാസ്ട്രക്ചർ പഴയ ഇൻഫ്രാസ്ട്രക്ചർ ആയതുകൊണ്ട് അതിലുള്ള പരാതി അല്ലാത്ത ഹോസ്പിറ്റലിലെ ചികിത്സയെ പറ്റിയിട്ടോ ഹോസ്പിറ്റലിൻ്റെ മറ്റു കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും ഒരു പരാതിയുമില്ല. സാധ്യതയുള്ളത് തിരഞ്ഞെടുക്കുന്നതാണ് ഒരു വിദ്യാർത്ഥിയുടെ വിജയം നിർണ്ണയിക്കുന്നത്. സറ്റോരി ആ കാര്യത്തിൽ നിങ്ങൾക്ക് വഴികാട്ടിയാവും. സറ്റോറി എഡ്യൂക്കേഷണൽ ട്രെയിനിംഗ് ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എടോടി വടകര. എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ്, ഷിപ്പിംഗ്, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ്, ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നോളജി, ലിഫ്റ്റ് ടെക്നോളജി, 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടീഡ് പ്രോഗ്രാം, ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ്. സറ്റോറി എഡ്യൂക്കേഷൻ ട്രെയിനിംഗ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എടോടി വടകര.